Coming to the clinical features of Indian childhood cirrhosis. The main clinical features include usually the onset is ill-defined. So usually പെട്ടെന്നാണ് ഈ ഒരു കാര്യം ഉണ്ടാവുന്നത്. അത് ill-defined ആണ്. It may range from no symptoms to an icteric onset. ചിലപ്പോൾ കുട്ടിക്ക് ഒരു സിംറ്റംസും ഉണ്ടായെന്ന് വരില്ല. ചിലപ്പോൾ തുടങ്ങുന്നത് ഒരു ജോണ്ടിസ് പോലെ ആയിരിക്കും. The pre-icteric symptoms, if they occur, it includes പറഞ്ഞ പോലെ തന്നെ ഓൺസെറ്റ് ഇൽ-ഡിഫൈൻഡ് ആണ്. ചില ആൾക്കാരിൽ ഇക്ട്രസ് ഉണ്ടാവുന്നതിന് മുമ്പേ കുറച്ച് സിംറ്റംസ് കണ്ടെന്ന് വരാം. ചിലർക്ക് ഇക്ട്രക്സ് ഫേസ് കൊണ്ടായിരിക്കും ഇത് തുടങ്ങുക. ഇനിയിപ്പോൾ പ്രീ ഇട്രിക് എന്ന് പറയുന്ന പീരീഡ് ഉണ്ടെങ്കിൽ അവിടെ കാണപ്പെടുന്ന സിംറ്റംസ് ഇതൊക്കെയാണ്: ഇറിറ്റബിലിറ്റി, ഡിസ്റ്റർബ്ഡ് appetite, choky paste stools, distension of abdomen, variable constipation or diarrhea, slight irregular fever, failure to thrive despite of adequate diet. So ഇത്രയും കാര്യങ്ങളാണ് പ്രീ ഇട്രിക് ഫേസിൽ ഉണ്ടാവുന്നത്. ചൈൽഡ് ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും. കുട്ടിക്ക് ചില സമയത്ത് വിശപ്പ് കാണാം, ചില സമയത്ത് ഉണ്ടായെന്ന് വരില്ല. കുട്ടിയുടെ സ്റ്റൂള് നോക്കിയിട്ടുണ്ടെങ്കിൽ it will have a different color which is chalky paste color. അബ്ഡോമൻ ഭയങ്കര ഡിസ്റ്റൻഡഡ് ആയിരിക്കും. ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ കാണാം, ചിലർക്ക് ഡയറിയ കാണാം. കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വരും, അത് സ്ലൈറ്റ് ഇറഗുലർ ഫീവർ ആയിരിക്കും. There can be failure to thrive even though the child takes adequate diet. About 10 to 70% of the children, they have icteric onset. So ഇത്രയും ശതമാനം കുട്ടികളിലും ആദ്യമേ അസിംറ്റമാറ്റിക് ആയിരിക്കും. പെട്ടെന്നൊരു ഇക്ട്രിക് അല്ലെങ്കിൽ ഒരു ജോണ്ടിസ് പോലെ ആയിരിക്കും ഇത് തുടങ്ങുക. അതിൻ്റെ ഒപ്പം കാണുന്ന വേറെ സിംറ്റംസ് ഇതൊക്കെയാണ്: ഹെപ്പാറ്റോമെഗാലി, ദർ വിൽ ബി പാമാർ എരിത്മ, സ്പൈഡർ നേവി അപ്പിയറൻസ്. സോ കുട്ടിക്ക് ഹെപ്പാറ്റോമെഗാലി ഉണ്ടാവും. കൈയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ വിളറിയിട്ടായിരിക്കും ഇരിക്കുക. സോ ദർ വുഡ് ബി പാമാർ എരിത്മ. കുട്ടിയുടെ വയറ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സീ വിസിബിൾ സൂപ്പർഫിഷ്യൽ വെയിൻസ് ആൻഡ് ദിസ് ഇസ് നോൺ ആസ് സ്പൈഡർ നേവി. There will be a peculiar garlic odor if the child is going to have a liver failure. So liver failure ഉണ്ടാവുന്നതിന് തൊട്ട് മുമ്പേ ഈ കുട്ടികളുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു വെളുത്തുള്ളിയുടെ മണം പോലെ ആയിരിക്കും നമ്മൾക്ക് തോന്നുക. There can be GI bleed in few cases and there can be hepatic coma. So these are the other symptoms which is associated with icteric onset, which are diffuse hepatomegaly, palmar erythema, spider nevy, a peculiar garlic odor, GI bleed and hepatic coma. Coming to the management of a child with Indian childhood cirrhosis. So the management strategies include: the prognosis of this particular condition is very poor and it is often terminally fatal before 4 years of age. സോ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ പ്രോഗ്നോസിസ് വളരെ കുറവാണ്. കാരണം ലിവർ സെൽസ് ഒക്കെ ഓൾറെഡി ഡാമേജ്ഡ് ആവും. ഫൈനലി കുട്ടി ലിവർ ഫെയിലിയറിലേക്കാണ് പോവുക. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കണ്ടീഷനിൽ ഫേറ്റാലിറ്റി റേറ്റ് ഇസ് വെരി ഹൈ. യൂഷ്വലി 4 വയസ്സ് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടികളെല്ലാം മരിച്ചെന്ന് വരാം. സം കേസസ് ഇംപ്രൂവ് സ്പോണ്ടേനിയസ്ലി ആൻഡ് സർവൈവ് വിത്തൗട്ട് സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ്. സോ ചില കാര്യങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് പോലെ തന്നെ ഈ കുട്ടികൾ തന്നെത്താനെ റിവൈവ് ആകും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ലാതെ തന്നെ സർവൈവ് ചെയ്തെന്നും വരാം. ഫ്രീക്വൻറ്റ് അസസ്മെൻറ്റ് ഓഫ് ദ ലിവർ ഇസ് ഡൺ with the help of a physical examination and liver function test. Liver transplantation is the only successful treatment. So ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. അതിന് പുറമേ നമ്മൾ കൊടുക്കുന്നതൊക്കെ
വെറുതെ ആ ഒരു ടൈം പീരിയഡിനെ ഒന്ന് സേവ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള കാര്യങ്ങളാണ്. The supportive measures that include D-penicillamine in order to chelate the copper from the liver. സോ ഇവിടെ ലിവറിൽ കോപ്പർ അടിയുന്നുകൊണ്ടാണ് ഈ ഡിസീസ് ഉണ്ടാവുന്നത് എന്ന് പഠിച്ചു. അപ്പോൾ ഈ കോപ്പറിൻ്റെ അളവ് ഒന്ന് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ ഒന്ന് ചെലൈറ്റ് ചെയ്യാനായിട്ട് വി ക്യാൻ ഗീവ് D-penicillamine. Immunomodulating agents can be given like levimazole. സോ കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് വി ക്യാൻ ഗീവ് ഇമ്മ്യൂണോമോഡുലേറ്റേഴ്സ് ലൈക്ക് ലെവിമെസോൾ. സോ ദീസ് ആർ ദ സപ്പോർട്ടീവ് മെഷേഴ്സ്. മാനേജ്മെൻറ്റിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. യൂഷ്വലി ഇവിടെ ഫെർട്ടാലിറ്റി റേറ്റ് ഭയങ്കര കൂടുതലാണ്, പ്രോഗ്നോസിസ് കുറവാണ്. ചില കുട്ടികൾ മിറക്കിൾ പോലെ തന്നെ സർവൈവ് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ LFT ഒക്കെ ചെക്ക് ചെയ്ത് കുട്ടിയുടെ പ്രോഗ്രഷൻ നമ്മൾ അസസ് ചെയ്യണം. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ദ ബെസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് തെറാപ്പി. സപ്പോർട്ടീവ് മാനേജ്മെൻ്റ് ആയിട്ട് കോപ്പർ സെൽസിനെ ഒന്ന് ചെലേറ്റ് ചെയ്യാൻ വി ക്യാൻ ഗീവ് D-penicillamine. ഇമ്മ്യൂണോ ബൂസ്റ്റേഴ്സ് ആയ ലെവിമെസോള് കൊടുക്കാം. നൗ കമ്മിങ് ടു ദ പ്രിവെൻറ്റീവ് സ്ട്രാറ്റജീസ്. The mother is advised to breastfeed for longer duration. സോ എത്രമാത്രം കുട്ടീനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നോ അത്രയും ഇമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കും കുട്ടിക്ക്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഫീഡൊക്കെ ചെല്ലുമ്പോൾ അത് തിളപ്പിക്കാൻ ഉപയോഗിക്കുന്ന പാത്രമൊക്കെ കോപ്പറും കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ ദ കോപ്പർ സെൽ മേ എൻ്റർ ഇൻ ടു ദ ചൈൽഡ്സ് ബോഡി. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് കഴിവതും 6 മാസം വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് മാത്രമേ കൊടുക്കാവുള്ളൂ. എത്രമാത്രം കുട്ടിക്ക് എത്ര കാലം വരെ കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡ് കൊടുക്കാമോ അത്രയും നല്ലത്. ഇതാണ് മദേഴ്സിനോട് നമ്മൾ അഡ്വൈസ് ചെയ്യേണ്ടത്. ഡിലേഡ് ഇൻട്രഡക്ഷൻ ഓഫ് ഫുഡ് സപ്ലിമെൻറ്റ്സ് ഇൻ സസെപ്റ്റബിൾ ഫാമിലീസ്. നമ്മളുടെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു രോഗം ഉണ്ട് എന്ന് കാണുകയാണെങ്കിൽ കോംപ്ലിമെൻ്ററി ഫീഡിങ് അല്ലെങ്കിൽ വീനിങ് ഒക്കെ ഒരിത്തിരി പതിയെ തുടങ്ങിയാൽ മതിയാവും. മിൽക്ക് യൂസ് ഫോർ ബേബീസ് ഷുഡ് നോട്ട് ബി ബോയിൽഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ കോപ്പർ പോട്ട്സ് ഓർ കോപ്പർ അലോയി പോട്ട്സ്. എപ്പോഴും കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ആ ഒരു പാല് തിളപ്പിക്കാനായിട്ട് കോപ്പറിൻ്റെ പാത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ കോപ്പർ അലോയി പോട്ട്സും ഉപയോഗിക്കാൻ പാടില്ല. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ പ്രിവെൻറ്റീവ് സ്ട്രാറ്റജീസ്. ദ മദേഴ്സ് ദേ ആർ അഡ്വൈസ്ഡ് ടു ബ്രസ്റ്റ് ഫീഡ് ഫോർ എ ലോങ്ങർ ഡ്യൂറേഷൻ. There should be delayed introduction of food supplements in susceptible families. The milk used for babies should not be boiled and stored in copper pots or copper alloy pots. So hope you are clear with Indian childhood cirrhosis. ഇതിൻ്റെ എന്താ വേർഡ് ഫയൽ ആരെങ്കിലും എഴുതി എടുത്തിട്ടില്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ അസൈൻമെൻറ്റ്സിൽ ഉണ്ടാവും. യു ക്യാൻ ഗോ ബാക്ക് ആൻഡ് റിവ്യൂ ദാറ്റ്. എല്ലാവരും ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഈ ഒരു കണ്ടീഷനെ കുറിച്ച് പഠിച്ചിട്ട് തന്നെ ഇരിക്കുക. സോ ഹോപ്പ് യു ആർ ക്ലിയർ. വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.